5ഉം 6ഉം 7ഉം ഒക്കെ കഴിഞ്ഞു. ഇപ്പൊ ഇതാ 8ന്റെ പണിയായിട്ട് ബിഗ് ബോസ് മലയാളം സീസൺ 8 വരാനിരിക്കുകയാണ്. ആരൊക്കെയോ ഇത്തവണ വലിയ വീട്ടിൽ വരിക എന്നത് സോഷ്യൽ മീഡിയയിൽ വലിയൊരു ചർച്ച തന്നെയാണ്. ഏഷ്യാനെറ്റോ ബിഗ് ബോസോ ഇതുവരെ ഒന്നും പുറത്തു വിട്ടിട്ടില്ല. പക്ഷേ നമ്മുടെ സോഷ്യൽ മീഡിയ പ്രവചനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത്തവണ കളി മാറും, കട്ടപ്പുറത്താകും. അപ്പോൾ കുറച്ച് പ്രവചനങ്ങളൊക്കെ നമുക്കങ്ങ് നോക്കിയാലോ. ബിഗ് ബോസ് വീട്ടിൽ എല്ലാ തവണയും ഒരു ട്രാൻസ്പേഴ്സൺ ഉണ്ടാകാറുണ്ട്. ഇത്തവണ ആ സ്ഥാനം അലങ്കരിക്കാൻ വരുന്നത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ജാസി തന്നെ ആകട്ടെ. അതാവുമ്പോ കുറച്ച് ഉണ്ടുസഖിയും ആശയുടെ കഥകളൊക്കെ ആയിട്ട് കളർഫുൾ ആയിരിക്കും. ഇനി മറ്റൊരാളെ നോക്കാം. ഒരു വീടൊക്കെ ആകുമ്പോൾ അതിനുള്ളിൽ കുറച്ച് വീട്ടുകാരുണ്ടാവും, അവർക്ക് കുറച്ച് ഭക്തി വേണം, അവരെ കൺട്രോൾ ചെയ്യാൻ കുറച്ച് ആൾക്കാർ വേണം, ഓരോരോരോ ഭക്തിമയൊക്കെ വേണം. ബിഗ് ബോസ് വീട്ടിലെ നെഗറ്റീവ് എനർജി എല്ലാം ഭക്തി കൊണ്ട് മാറ്റാൻ ഏറ്റവും പ്രശസ്തയായ ഒരു യോഗിനി തന്നെ ആവട്ടെ. ആരാന്നല്ലേ? നമ്മുടെ നാഗാദേവി വന്ന എങ്ങനെയുണ്ടാകും? അടിയും പിടിയും ബഹളവും കണ്ട് മടുക്കുമ്പോൾ നമുക്ക് കുറച്ചൊന്ന് റിലാക്സ് ആകണ്ടേ, കുറച്ച് കവിതയൊക്കെ കേൾക്കാം. പിന്നെ ഇടയ്ക്കൊക്കെ വന്ന് ജീവിത തത്വങ്ങളൊക്കെ പറഞ്ഞു തരാനും പഴയ സീസണിലെ രജിത്തിനെ പോലെ ഒരാൾ വേണം. അതിന് സാക്ഷാൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് തന്നെ വരട്ടെ. ലിവിംഗ് റൂമിൽ ഇരുന്ന് പുള്ളി കവിത ചൊല്ലുമ്പോഴുള്ള ആ ഒരു ഫീൽ ആലോചിക്കുമ്പോൾ തന്നെ ഒരു കുളിർമയൊക്കെ ഉണ്ട്. സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് ഡോൺ ഈ നാട്ടിലേക്ക് വന്നത്. നീ അതിനും സമ്മതിക്കില്ല. ഇനി മറ്റൊരാളെ കുറിച്ച് പറയുകയാണെങ്കിൽ ബിഗ് ബോസ് ഫാൻസിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്ന നമ്മുടെ അലിൻ ജോസ് പെരേരയാണ്. പുള്ളി വരാൻ വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തി നോക്കിയതാ. പക്ഷേ ഇത്തവണയും കിട്ടിയില്ലെന്നാണ് കേട്ടുകേൾവി. എങ്കിലും തോൽവി അത്ര പെട്ടെന്ന് സമ്മതിച്ചു കൊടുക്കാൻ പെരേര തയ്യാറല്ലല്ലോ. പുള്ളി ഇനിയും എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് നേരെ ബിഗ് ബോസിലേക്ക് തന്നെ തള്ളിക്കയറി വരുമോ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് സീരിയസ് ആവാം. ഒരു വീടാകുമ്പോൾ അതിനുള്ളിൽ കാരണവന്മാരുണ്ടാകണം, അതുപോലെ തന്നെ കാര്യഗൗരവമുള്ളവരും വേണം. മാലാപാർവതി ചേച്ചി കൂടി ആയാലോ കൂട്ടത്തിൽ. കൂടാതെ നമ്മുടെ പരസ്പരം സീരിയലിലെ രേഖാ രതീഷ് കൂടെ ഉണ്ടായാലോ. കളി ഒന്ന് കളർഫുൾ ആവും. ഇനി ഭക്തി കഴിഞ്ഞു, തമാശ കഴിഞ്ഞു, സീരിയസ്നെസ്സും കഴിഞ്ഞു. ഇനി കുറച്ച് സിനിമാ മയത്തിന് വേണ്ടി നമ്മുടെ ഗായത്രി സുരേഷ് കൂടി ഇരിക്കട്ടെ. എല്ലാ സീസണിലും ഒരു കപ്പിൾസ് ഉണ്ടാകാറുണ്ട്. കഴിഞ്ഞ സീസണിൽ ആദില നൂറ എന്ന പോലെ ഈ സീസണിൽ എൻ്റെ പെണ്ണിനെ നോക്കാൻ എൻ്റെ നെഞ്ചിൽ ധൈര്യമുള്ള നമ്മുടെ സ്വന്തം മഞ്ജുവിന്റെ പെണ്ണു തന്നെ ആയിരിക്കട്ടെ വരുന്നത്. അതേടാ, ഞാൻ മഞ്ജുവിന്റെ പെണ്ണാണ്. മറ്റൊരാള് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള നമ്മുടെ തൊപ്പിയാണ്. അപ്പോ ബിഗ് ബോസ് ഹൗസിൽ ഒരു ശബ്ദമില്ലാതിരുന്ന അതിലൊരു ഓളമില്ലല്ലോ. അപ്പോൾ ഒരു ഓളത്തിന് വേണ്ടി തൊപ്പിയുടെ കൂടെ സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്ററും റീൽസ് ക്രിയേറ്ററും ഒക്കെ ആയിട്ടുള്ള ഫസ്മിന സക്കീറും, പിന്നെ എല്ലാവർക്കും കുറച്ച് സന്തോഷമാകാൻ വേണ്ടി നമ്മുടെ കിച്ചു സുധിയും, പിന്നെ അതുപോലെ തന്നെ സീനിയർ ആർട്ടിസ്റ്റായ നമ്മുടെ അനീഷ് രവിയും ഇതിൻ്റെ കൂടെ ഉണ്ടായ കുറച്ചും കൂടി കളി ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആവും. അതുപോലെ കോമഡി റിയാലിറ്റി ഷോയിലൂടെ ഫേമസ് ആയ ലക്ഷ്മി നക്ഷത്രിയും പാർവതി എന്നിവരും ഉപ്പും മുളകും തട്ടിയും മുട്ടിയും എന്നീ സീരിയലിൽ കൂടെയൊക്കെ ഫേമസ് ആയ സിദ്ധാർത്ഥും ഒരു എരിവിന് മീഡിയ പേഴ്സണും ഇന്റർവ്യൂവറും ആക്ടറും ഒക്കെ ആയിട്ടുള്ള ഹൈദരലി എന്നിവരും എത്തിയ കുറച്ചും കൂടെ അടിപൊളിയാവും അല്ലേ. ഇനി നമുക്കിവിടെ രഞ്ജിനി ഹരിദാസിനെ പോലെ ശ്വേതാ മേനോനെ പോലെയൊക്കെ ഒരാളുടെ കുറവുണ്ട്. അതുകൊണ്ട് ടീച്ചറും ഫെമിനിസ്റ്റും ആക്ടിവിസ്റ്റും ആയിട്ടുള്ള ശ്രീലക്ഷ്മി അറക്കലിനെ കൂടി കൊണ്ടുവന്നാലോ. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ജാസിയുടെയും തൊപ്പിയുടെയും ഒക്കെ ശത്രുവായിട്ടുള്ള ഹെലനോസ് പാട്ട, പിന്നെ യങ് ആർട്ടിസ്റ്റും അതുപോലെ തന്നെ സ്വാന്തനം സീരിയലിലെ കണ്ണൻ എന്നറിയപ്പെടുന്ന അച്ചു സുഗന്ധും, അതുപോലെ തന്നെ കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള സഞ്ജു ടെക്കിയും, അതുപോലെ തന്നെ ടീമിൽ നിന്നും ഔട്ടായി വേറെ പണിയൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുന്ന നമ്മുടെ സഞ്ജു സാംസണും വരുമായിരിക്കാം. എനിക്കറിഞ്ഞൂടാ. അപ്പോ ബിഗ് ബോസ് എന്നത് ഒരുപാട് ആളുകൾ ഒരേ സമയം ഫേമസ് ആവുകയും അതുപോലെ തന്നെ അവരുടെയൊക്കെ വില കളയുകയും ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇത്രയ്ക്ക് പ്രഡിക്ഷൻ ലിസ്റ്റ് ഒക്കെ ഉണ്ടായാലും ബിഗ് ബോസ് എന്നുള്ളത് ഒരു വലിയ മാമാങ്കം തന്നെയാണ്. കാരണം എന്താന്ന് വെച്ചാൽ ശ്രീനിഷ് പേളി പോലുള്ള നല്ല അടിപൊളി കപ്പിൾ കോംബോ നമുക്ക് ഈ ബിഗ് ബോസ് സീസണിലൂടെയാണ് ലഭിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല സാബു മോൻ, അഖിൽ മാരാര്, റോബിൻ, അങ്ങനെ പല ആളുകളുടെയും മുഖം വ്യക്തമായി കാണാൻ നമുക്ക് ബിഗ് ബോസ് സീസൺസ് ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇതിൽ വേറെയും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അനു വന്ന സീസണിൽ ആരോഗ്യ PR കൊണ്ട് മാത്രമാണ് അനു വിജയിച്ചതെന്നും വിജയിക്കാൻ സാധ്യതയുണ്ടായിരുന്ന അനീഷിനെ പോലുള്ള മറ്റു ചിലർ ഇവിടെ തഴയപ്പെട്ടു എന്നുമുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ചകളാണ്
സത്യമാണ്. എന്നിരുന്നാലും അഖിൽ മാരാരിനെ പോലുള്ള ചിലർ ബിഗ് ബോസിൽ നിന്ന് പോയതിനു ശേഷം മറ്റു ചില സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർ റോബിൻ ആരും അങ്ങനെ അറിയാതിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. പക്ഷേ അതുപോലെ തന്നെ രണ്ട് കയ്യിലും വാച്ചൊക്കെ കെട്ടിയുള്ള ഒരു സിനിമയൊക്കെ ഇറങ്ങിയിരുന്നു. പക്ഷെ സിനിമ അത്ര വിജയിച്ചിട്ടില്ലെങ്കിലും ആളിപ്പോഴും ഫേമസ് തന്നെയാണ്. അപ്പോ ബിഗ് ബോസ് എന്നത് ചില്ലറ കളിയൊന്നും അല്ല. എന്തൊക്കെ ആയാലും ഈ പറഞ്ഞ ആളുകളൊക്കെ ഉണ്ടാവോ ഉണ്ടാവില്ലേ എന്നൊന്നും അറിയില്ല. പക്ഷെ ഇവരും കൂടി ഉണ്ടായാൽ സംഗതി അങ്ങ് പൊളിക്കും.